സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ നായകനെ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ നമ്മളെ ഇടയാക്കുന്ന ആ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കൂടിവരവുകൾ വെളിപ്പെടുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ദൈവം കഴിഞ്ഞ ആളുകളിൽ ഒരുക്കിയ എല്ലാ വഴികൾക്കായിട്ടും ആമേൻ നടത്തിയ വിധങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കണ്ണീരിൻ്റെ അനുഭവങ്ങളോടെ പോയപ്പോഴെല്ലാം നമ്മുടെ കണ്ണീരിനെ തുടച്ച, ഹാലിൽ നമ്മളെ ആശ്വസിപ്പിച്ച, നമ്മൾ ഭയപ്പെട്ടിരുന്നപ്പോൾ നമ്മളെ ബലപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട്, ദൈവത്തിൻ്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം. ഇന്നും സൗഖ്യമാക്കാൻ കഴിയുന്ന ആ കർത്താവിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ, സ്തോത്രം. ഇന്നും വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തിക്ക് മാറ്റം വന്നിട്ടില്ല, ആ ദൈവസ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ല. ഇന്നും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസം അടുത്ത് വരുന്നവരെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, നന്ദിയപ്പാ, നന്ദിയപ്പാ, സ്തോത്രപ്പാ, നന്ദിയപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി, എന്നാൽ ഒരുവൻ മാത്രമേ അവിടെ മടങ്ങി വരുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, സ്തോത്രം, സ്തോത്രം, ഒരുവൻ മാത്രമേ ഉള്ളല്ലോ ഒരു നന്ദി പ്രകാശിപ്പിക്കാൻ. ഹല്ലേലൂയ, കർത്താവ് എപ്പോഴും നന്ദി പറയുന്നൊരു, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് ജീവിതത്തിൽ കർത്താവിൻ്റെ കാലത്ത്, കർത്താവിൻ്റെ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് എവിടെ പോയാലും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് എന്നെ നോക്കുന്ന, എന്നെ പോയി എൻ്റെ ഉറക്കത്തിൽ പോലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അന്യ ദൈവങ്ങൾ പലരും അങ്ങോട്ട് ഓടിച്ചല്ല, എന്നാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന, ഹല്ലേലൂയ, ഇത്ര സ്നേഹമുള്ള സ്നേഹനിധിയായ ആ കർത്താവിനെ അറിയുവാൻ ഇടയാക്കിയതിനായിട്ട്, കർത്താവിനെ സേവിക്കാൻ ഇടയാക്കിയതിനായിട്ട് നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. ഓരോ നാളും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന ഭാരത്തോടെയാണ് വന്നതെങ്കിൽ എല്ലാ ഭാരങ്ങളും എടുത്തു മാറ്റാൻ കഴിയുന്ന ആ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുവാൻ കഴിയുന്ന, മേശയൊരുക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നിന്ദിച്ചോടവിൽ മാനിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. നിന്നെ എടുത്തു മാറ്റാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നും ആ വൻ കൃപയിൽ എന്നെ സൂക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇത്രത്തോളം നമ്മളെ ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. എൻ്റെ കണ്ണീർ കാണുമ്പോൾ പലരും, സ്തോത്രം, ഹാവേനിൽ അകന്നു പോകുമ്പോൾ, എൻ്റെ കഷ്ടതയിൽ പലരും നിന്ന് മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പ്രാർത്ഥനാ മുറികളിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും എൻ്റെ അടുക്കളയിലേക്ക് ഓടി വരുന്ന, എന്നെ കണ്ട് മനസ്സറിയുന്ന ഒരു സ്വർഗത്തിലെ പിതാവ് നമുക്കുള്ളതിനായി നമുക്ക് ഇതേ സ്തോത്രം ചെയ്യാം. താങ്ക് യു ഫാദർ. പെറ്റമ്മയെക്കാളും ഉറ്റ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. പെറ്റമ്മയുടെ സ്നേഹം, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കുഞ്ഞിനെ തള്ളിക്കളയാൻ കഴിയത്തില്ല, എങ്കിലും അവൾ തള്ളിയാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. രോഗശയ്യൻ്റെ കൂടെ ഇരിക്കുന്ന, രോഗശയ്യെ ആമേൻ ദിവസങ്ങൾ മാറ്റിവിരിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിനടുക്കിലേക്ക് നാം ഓടി വന്നിരിക്കുന്നത്. ഒരുമിച്ച് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്കൊരു പാട്ട് പാടി കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ രക്ഷകന് സ്തോത്രം, ഇന്നും എന്നേക്കും. ഓ കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു, കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു രക്ഷകന് സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ രക്ഷകന് സ്തോത്രം, ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിന്
രക്ഷിച്ചോരു പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ഓ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ആത്മശക്തിയാൽ എന്നുള്ളം നിറയ്ക്കുന്ന ആത്മശക്തിയാൽ എന്നുള്ളം നിറയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ശിഷ്ടമായി നോക്കുന്ന ദൃഷ്ടി എന്റെ മേൽ ശിഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ രക്ഷകന് സ്തോത്രം എന്നും എന്നേക്കും പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ആത്മശക്തിയിൽ നിന്നെന്നെ രക്ഷിച്ചോരു പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ആത്മശക്തിയാൽ എന്നുള്ളം നിറയ്ക്കുന്ന ആത്മശക്തിയാൽ ഉള്ളം നിറയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ആത്മശക്തിയാൽ ഉള്ളം നിറയ്ക്കുന്ന ആത്മശക്തിയാൽ ഉള്ളം നിറയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും വൻകൃപയിൽ എന്നെ ഇന്നയോളം
ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന അത്ഭുതങ്ങൾ നടക്കും വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങൾ നടക്കും മനസ്സ് തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും ആ ദൈവത്തിന്റെ സ്നേഹം യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും യേശുവിന്റെ സ്നേഹത്തെ മനസ്സ് തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും മനസ്സ് തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും
2020 തുടങ്ങി. ഹല്ലേലൂയ. ആ പടയുടെ അസ്വസ്ഥതമായിരുന്നു. ഞങ്ങൾ നാട്ടിൽ ട്രാൻസ്ഫറായി വന്നപ്പം തുടങ്ങി വീട്ടിലെ അസ്വസ്ഥതകളെല്ലാമായിട്ട് വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥകൾ വന്നു. അത് കഴിഞ്ഞ് ചർച്ചിൽ ഇല്ല, ചർച്ചിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചർച്ച പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ. അപ്പം അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടായത് 2025 ഞങ്ങൾക്കൊരു പുതിയ ഭവനത്തിലായിരിക്കുവാനും സ്വസ്ഥതയോടെ ആയിരിക്കുവാനും ഒരു ആരാധനാലയത്തിൽ ആരാധനയെ സംബന്ധിക്കാനും എല്ലാം ഇടയായി തീർന്നു. എന്നാൽ 2025 ആദ്യം ജനുവരിയിൽ തന്നെ റോച്ചാന് തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫറായി. അപ്പം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായി. ഇവിടെ ഫാദറുണ്ട് നാട്ടിൽ അന്വേഷിക്കേണ്ട. അപ്പം അതിന് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ താമസിക്കുക. അപ്പം എനിക്കും തന്നെ താമസിക്കാനൊരു ധൈര്യം തന്നത് കർത്താവ്. അതിന് മുമ്പ് തന്നെ നമ്മളെ അതിനായിട്ട് ഒരുക്കി. നേരത്തെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചുകൊണ്ട് 2025 ഈ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ താമസിക്കുവാനുള്ള ഒരു ധൈര്യവും ഉറപ്പും എല്ലാം കർത്താവ് തന്നു. അതുപോലെ റോജാന് തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അതുവരെയും 2016 അറ്റാക്ക് വന്നതിന് ശേഷം തന്നെ താമസിച്ചിട്ടില്ലാത്ത ആൾ അവിടെ റൂമെടുത്ത് അവിടെ വീടെടുത്ത് തന്നെ താമസിക്കുവാനും യാത്ര ചെയ്യാനും എല്ലാം കർത്താവ് ഇടയാക്കി തീർന്നു. അതുപോലെ മനസ്സിന് വിഷമമുണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു ചർച്ചിൻ്റെ കാര്യം. ചർച്ച് നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് മാറേണ്ട അവസരം വന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്, ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നമ്മളെ സന്തോഷമായി, ആനന്ദമായി, അത്ഭുതമായി വഴി നടത്തുന്നത് നമ്മൾ തിരിച്ചറിയണം. ഓരോ നിമിഷവും നമ്മൾ നിരാശപ്പെട്ടു പോകാൻ അവിടുന്ന് നമ്മളെ അനുവദിക്കുന്നില്ല. ചർച്ചിൻ്റെ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഒത്തിരിയെല്ലാം മാനസികമായിട്ട് ബുദ്ധിമുട്ടി വന്നെങ്കിലും ഹല്ലേലൂയ. ഇനി എവിടെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ജോണി പാസ്റ്ററെ ആൻറ്റിയും പരിചയമുണ്ട്. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് ആലോചിച്ചാണ് ഇവിടെ വരാനിടയായി തീർന്നത്. ദൈവത്തിന് അതിനും ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആദ്യം വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെയാണ് കടന്നു വരുന്നത്. ആരാധിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കടന്നു വന്നത്. എന്നാൽ ദിവസം ചെല്ലുന്തോറും അവിടെ നിന്ന് എന്നെ വഴി നടത്തുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികളെക്കുറിച്ച് കർത്താവ് ഹല്ലേലൂയ നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ തകർക്കാൻ ഉദ്ദേശിക്കുമ്പോഴും കർത്താവ് നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും അത്ഭുതമായിട്ട് ആനന്ദമായിട്ട് വഴി നടത്തുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് ഞാൻ ഉറച്ചായിട്ട് വിശ്വസിക്കുന്നു. മൂത്ത മോനും ഈ വർഷം ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ 2.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ ഡിസംബറിൽ ഒന്നിച്ച് കൂടുവാനെല്ലാം ദൈവം സഹായിച്ചു. അവൻ്റെ യാത്രകളിലെല്ലാം കൂടെ ഇരുന്നു. പഠിത്തം ഇനിയും കുറച്ചുകൂടെ പൂർത്തിയാകാനുണ്ട്. അതുകൊണ്ട് തീസിസ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചു പോയതാണ്. ഇളയാളുടെയും 2025 അവൻ്റെ പഠനം പൂർത്തിയായി. MBBS എല്ലാം പാസ്സാകുവാനും അതിൻ്റെ ബോണ്ടിൻ്റെ പൂർത്തിയാകാനേ ഉള്ളൂ. അപ്പോൾ അത് ദൈവത്തിൻ്റെ അത് രണ്ടും അവരുടെ പഠനമെല്ലാം ദൈവം അനുഗ്രഹിച്ചതാണ്. ദൈവത്താലുള്ള ഒരു നടത്തിപ്പാണ്. ഞങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അവരെക്കുറിച്ചുള്ള. അവരെ ദൈവം നമ്മുടെ ശത്രുക്കളുടെ ഇടയിൽ മാനിക്കുമെന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്നു. ബന്ധുക്കളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഇപ്പോൾ നല്ല നിലയിൽ നമ്മളെ നടത്തുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആത്മീയമായിട്ടും കർത്താവ് ഓരോ നിമിഷവും വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ഇപ്പോൾ പതുക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ഹല്ലേലൂയ. വേദനകളിൽ നിന്നെല്ലാം വിടുവിച്ച് നടത്തുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2025 ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ഞാൻ ചെയ്യുന്നു. പുതിയ വർഷത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ്, ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ, ആത്മീയമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും വളരുവാൻ ദൈവം ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു വളർച്ചയിലേക്കായിത്തീരുവാൻ ഇടായിത്തീരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവത്തിന് നന്ദി പറയും.
ആയ വാക്യമാണല്ലോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. രണ്ട് കാര്യങ്ങൾ, അത് ഉറപ്പുമാണ്, അത് നിശ്ചയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്താണോ ആശിക്കുന്നത് അതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. നമ്മൾ എന്താണോ ഹല്ലേലൂയ നിശ്ചയിച്ചിരിക്കുന്നത്, എന്ത് കാണാത്ത കാര്യങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, അതിനെക്കുറിച്ചുള്ള ആ എവിഡൻസാണ് ഹല്ലേലൂയ വിശ്വാസം. എന്നാൽ പലപ്പോഴും ശത്രു നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ഹല്ലേലൂയ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നുണ്ട്, നമ്മൾ വിശ്വാസം എന്ന പരിചയം എടുക്കണം. ഹല്ലേലൂയ. പല ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ട ആയുധങ്ങളുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളണം എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ദുഷ്ടൻ എപ്പോഴും തീയമ്പുകളെ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിൻ്റെ നേരെ എയ്തുകൊണ്ടിരിക്കും, നമ്മളെ ക്ഷീണിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ വിശ്വാസം എന്ന ഷീൽഡ്, ആ പരിച നമ്മളെ എടുത്തുകൊണ്ട് അതിനോട് നമ്മൾ എടുത്തുകൊള്ളണം. അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. എപ്പോഴെല്ലാം ആ ഫയറി ഡാർട്സ് നമ്മുടെ നേരെ വരുന്നോ, നമ്മൾ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ കൺഫെഷൻ പറയുമ്പോൾ ഹല്ലേലൂയ അതിനെ നമ്മളെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസ് നമ്മൾ വായിക്കുന്നുണ്ട്, നിർമ്മതരായിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവിൻ. ഹല്ലേലൂയ. നമുക്കൊരു പ്രതിയോഗിയുണ്ട്, അത് മനുഷ്യരല്ല, പിശാചാണ്. ഹല്ലേലൂയ. അലറുന്ന സിംഹം പോലെ ഹല്ലേലൂയ ഇങ്ങനെ ഊടാടി നടക്കുക, ഹല്ലേലൂയ ചുറ്റി നടക്കുക. ആരാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ? അവരെ വിഴുങ്ങാനായിട്ടാണ് ഹല്ലേലൂയ ശത്രു എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നോട്ടമിടുന്നത്. എന്നാൽ നമ്മളെ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നത്, വി ഷുഡ് റെസിസ്റ്റ് ഹിം സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. പലപ്പോഴും നമ്മളെ വിശ്വാസത്തിൽ ഇടയ്ക്ക് നമ്മൾ നല്ല വിശ്വാസം കാണും, ഇടയ്ക്ക് വിശ്വാസത്തിൽ കുറഞ്ഞു പോവും. അങ്ങനെയല്ല, നമ്മളെപ്പോഴും വിശ്വാസത്തിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആയിരിക്കണം. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരല്ലെങ്കിൽ ഹല്ലേലൂയ അവനെ നമ്മളെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിൻ്റെ 1 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് യാചിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഔദാര്യമായി നൽകുന്നതാണ് ജ്ഞാനം. എന്നാൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. അല്ലെങ്കിൽ സംശയിക്കുന്നവർ അവിടെ പറയുന്നത്, കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. അല്ലെങ്കിൽ നമുക്കറിയാം, കാറ്റടിച്ച് അലയുന്ന കടൽ തിര, ഈ വേവ്സ് ചിലപ്പോൾ നല്ല വിൻഡൊക്കെ വരുമ്പോൾ അതിങ്ങനെ പൊങ്ങിയിരിക്കും, ചിലപ്പോൾ അത് താന്നിരിക്കും. അങ്ങനെ ആയിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയുള്ള മനുഷ്യർ, അതായത് സംശയിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. നമ്മൾ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. വിശ്വാസത്തോടെ ചോദിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ നിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ സ്തോത്രം പോകാൻ, വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വീഴിക്കാനാണ് സാത്താൻ എപ്പോഴും ഹല്ലേലൂയ ഒരുങ്ങുന്നത്, ഹല്ലേലൂയ പദ്ധതി ഇടുന്നത്. അതുകൊണ്ട് പറയുന്ന, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ദൈവത്തോട് കൽപ്പന ചോദിച്ചു. പക്ഷെ കർത്താവ് ഹല്ലേലൂയ ശിമോന് വേണ്ടി ഇടിവിൽ നിന്നു. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ നിലനിൽക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെ പണ്ടേ ഹല്ലേലൂയ പാറ്റി കളയേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നു, എന്നാൽ നീ ഒരു സമയത്ത് വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോഴും 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും കർത്താവിന് അറിയാമായിരുന്നു ഇവൻ ഒരിക്കലും മടങ്ങി വരും. ഹല്ലേലൂയ സ്തോത്രം. ഇവൻ അനേകരെ ഹല്ലേലൂയ ഉറപ്പിക്കുന്നവനായിരിക്കും എന്ന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നമുക്കും കർത്താവിനോട് പറയാം, കർത്താവ്, പലപ്പോഴും ഞാനും വിശ്വാസം ക്ഷീണിച്ചു പോകുന്നു, കർത്താവ് എനിക്ക് മധ്യസ്ഥ ചെയ്യണമേ. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഹല്ലേലൂയ എൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ പത്രോസിന് വേണ്ടി
ഹല്ലേലൂയ സ്തോത്രം പാറ്റിക്കളയുവാൻ പദ്ധതി ഇട്ടപ്പോൾ പത്രോസിന് വേണ്ടി ഇടവിൽ നിന്നതുപോലെ ഹല്ലേലൂയ അനേകരെ ഉറപ്പിക്കാൻ എന്നെയും ഹല്ലേലൂയ അങ്ങ് ഉപയോഗിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വിതക്കാരൻ്റെ ഉപമ നമുക്കറിയാം. പല സ്ഥലത്ത് വിത്തെന്ന് പറയുന്ന വചനമാണ്. ഹല്ലേലൂയ നല്ല നിലത്ത് വിതച്ചു, പാറസ്ഥലത്ത് വിതച്ചു, മുള്ളിൻ്റെ ഇടയിൽ വിതച്ചു, നല്ല നിലത്ത് വിതച്ചു. അവിടെ പറയുന്ന പാറസ്ഥലത്ത് വിതച്ചത് വചനം ഒരുവൻ കേൾക്കുമ്പോൾ അത് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. പല ഗ്രൗണ്ട് അത് കാണിക്കുന്നത്, പലരുടെയും ഹൃദയമാണ് കാണിക്കുന്നത്. പാറസ്ഥലവും മുള്ളിൻ്റെ ഇടയിലും നല്ല നിലവും വഴിയരികെ വീഴുന്ന വിത്ത് നമുക്കറിയാം. അത് വീഴുമ്പോൾ തന്നെ സാത്താൻ അത് കൊത്തിക്കൊണ്ട് പോകും, അതവിടെ കിളിർക്കാൻ സമ്മതിക്കത്തില്ല. പാറസ്ഥലത്ത് വീഴുന്ന വിത്ത് ചിലരുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്. അത് നല്ല നിലമ, അത് വിതച്ച ഉടനെ വചനം അവർ സന്തോഷത്തോടൊക്കെ കേൾക്കുന്നുണ്ട്, കൈക്കൊള്ളുന്നുണ്ട്. പക്ഷേ അവർ ചില സമയങ്ങൾ, ചില വചനം നിമിത്തം ചിലപ്പോൾ ഉപദ്രവങ്ങൾ വരുമ്പോഴും ഒക്കെ അവർ ഹല്ലേലൂയ പീഡനമോ ഉപദ്രവമോ ഉണ്ടായാൽ അവർ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതാ ഈ സൂര്യൻ വരുമ്പോൾ അതിന് കിളിർക്കാൻ കഴിയാതെ വണ്ണം അത് വേരില്ലാതെ ഹല്ലേലൂയ സ്തോത്രം അത് ക്ഷണത്തിൽ അത് കെട്ടുപോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവ് പറയുന്ന അവരെക്കുറിച്ച് പറയുന്ന ക്ഷണികന്മാരാ. ഹല്ലേലൂയ. അവർ നിലനിൽക്കുന്നില്ല. കാരണം അവർക്ക് വിശ്വാസത്തിൽ ഹല്ലേലൂയ വേരില്ല. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ വചന നിമിത്തം ദൈവത്തിന് വേണ്ടിയൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ അവർ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നു, അവർ വീണു പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരും ക്ഷണികന്മാരാകാതെ കർത്താവ് നമ്മളെ കാക്കട്ടെ. നമ്മൾ വിശ്വാസത്തിൽ വേരുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്ത് ഉപദ്രവമോ എന്ത് പീഡനമോ സഹിക്കേണ്ടി വന്നാലും നമ്മൾ ഇടറിപ്പോകാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കറിയാം ലാസർ ദീനമായി കിടക്കുന്നത് കേട്ടപ്പം ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയയും ഹല്ലേലൂയ അവർ പറയുന്നുണ്ട്, നിനക്ക് പ്രിയനായവൻ ദീനമായിരിക്കുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആളയച്ചിട്ടും യേശു വന്നില്ല. ഹല്ലേലൂയ. പിന്നെ യേശു വരുന്നത് ലാസർ മരിച്ച ശേഷമാണ്. ആ സമയത്ത് യേശു നേരെ വരുന്നത് കല്ലറയുടെ അവിടെയാണ് വരുന്നത്. അപ്പോൾ പല യഹൂദന്മാരവിടെ വന്നിരുന്നു. ഹല്ലേലൂയ. ഈ മാർത്തേനെയും മറിയനെയും ആശ്വസിപ്പിക്കാൻ വന്നതായിരുന്നു. കർത്താവിൻ്റെ പദ്ധതി ഹല്ലേലൂയ സ്തോത്രം. അവിടെ ആദ്യം കർത്താവ് പറയുന്നുണ്ട്, ഈ ലാസറിന് ദീനമാണെന്ന് കേട്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അതായിരിക്കണം നമ്മൾ പ്രാർത്ഥന. കർത്താവ് ഈ വിഷയം നമ്മുടെ തലമുറയുടെ ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, രോഗമായിരിക്കാം, കർത്താവ് ഇതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. ഹല്ലേലൂയ. ദൈവപുത്രൻ ഈ വിഷയത്തിലൂടെ മഹത്വം എടുക്കണം. ഹല്ലേലൂയ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മഹത്വം അതിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവ് പിന്നെ കല്ലറയുടെ അടുത്ത് വന്ന് മാർത്തയോട് പറയുന്നുണ്ട്, കല്ലറ നീക്കുവൻ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ 4 നാളായി ഹല്ലേലൂയ അവർ പറയുന്നുണ്ട്, കർത്താവെ 4 നാളായി മരിച്ചിട്ട് നാറ്റം വമിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ 3 ദിവസം ശരീരത്തിലേക്ക് ആത്മാവ് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തി ജീവിക്കത്തില്ല. അപ്പോൾ ഈ 3 ദിവസം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാണ് യേശു ആ കല്ലറയിൽ വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഹല്ലേലൂയ ആ കല്ലറ നീക്കുവൻ. അവർ സാഹചര്യം പറയുന്നുണ്ട്, കർത്താവ് 4 നാളായി നാറ്റം വമിച്ചു. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കല്ലറ നീക്കിയ ശേഷം ലാസറെ പുറത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അങ്ങനെ ഒരു വലിയ അത്ഭുതം ചെയ്തു. അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്ന യഹൂദന്മാർ അവരിത് കാണാനൊന്നും അവർക്കൊന്നും അറിയത്തില്ല. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ അത്ഭുതം കണ്ടിട്ട് ലാസറസിനെ ഹല്ലേലൂയ എഴുന്നേൽക്കുന്നത് കണ്ടിട്ട് അനേകർ യേശുവിൽ വിശ്വസിക്കാൻ ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതുപോലെ ഇതിലൂടെ ദൈവത്തിൻ്റെ പുത്രൻ മഹത്വപ്പെടണം. അതിനായിരുന്നു ഹല്ലേലൂയ ലാസറിനെ അടുത്ത് ആദ്യമേ കർത്താവ് വരാതെ, ദീനമായി കടന്നപ്പോൾ തന്നെ വരാതെ ഹല്ലേലൂയ മരിച്ചു കഴിഞ്ഞ ശേഷം എല്ലാത്തിനും കർത്താവിനൊരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട്. നമ്മുടെ സമയമല്ല കർത്താവിൻ്റെ സമയം, നമ്മുടെ ചിന്തകളല്ല കർത്താവിൻ്റെ ചിന്തകൾ, നമ്മുടെ വഴികളല്ല കർത്താവിൻ്റെ വഴികൾ. ഹല്ലേലൂയ. സ്വർഗത്തിന് ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴികളെക്കാളും നമ്മുടെ ചിന്തകളെക്കാളും കർത്താവിൻ്റെ വഴികളും കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ചിന്തകളും നമ്മളെക്കുറിച്ച് വലിയതാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഹിതത്തിനായി നമ്മൾ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വഴികൾ ഇസ് വേസ് ആർ പെർഫെക്റ്റ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ അതെപ്പോഴും പെർഫെക്റ്റാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ശത്രു എത്രമാത്രം നമ്മളെ ഹല്ലേലൂയ സ്തോത്ര തീയമ്മുകളെ കെടുത്തിയാലും നമ്മൾ ഉറപ്പോടെ പറയണം, ഈ വിഷയം ദൈവനാമത്തിനായി തീരും, എന്നെ തകർക്കാനല്ല. ഹല്ലേലൂയ. ഈ രോഗമോ ഹല്ലേലൂയ ഈ വിഷയമോ എന്നെ തകർക്കാനല്ല, ദൈവപുത്രൻ ഇതിലൂടെ മഹത്വം എടുക്കേണ്ടതിന് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൽ അതിലൂടെ മഹത്വം എടുക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണാൻ ഇടയാകും. ഹല്ലേലൂയ. ആ സ്തോത്രം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസത്തിൻ്റെ നേരെ എതിരാണ് ഭയം. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കർത്താവേ സ്തോത്രം. അവിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും ഭയം കടന്നു വരുമ്പോൾ ഞാൻ കർത്താവ് പറയാറുണ്ട്, കർത്താവ് ക്ഷമിക്കണം, ഭയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വാസത്തിലായിരിക്കണം. ശത്രുവാണ് ഭയം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ മാനസികമായി തളർത്തുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭയം കടന്നു വരുമ്പോഴാണ്. ഇന്ന് കർത്താവിൻ്റെ വചനമാണ് നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. കേൾക്കുന്ന വചനം നമുക്ക് വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസം അത് വർദ്ധിക്കുവാൻ തക്ക ഇടയാകും. അവിടെ തിരുവചനം പറഞ്ഞിരിക്കുന്നത് അത് വിശ്വാസം കേൾവിയാലാണ് വിശ്വാസം വരുന്നത്. നമ്മൾ എത്രയധികം വചനം കേൾക്കാൻ സാധിക്കുന്നുവോ, എത്രയധികം ഏറ്റെടുക്കാൻ കഴിയുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ മേലുള്ള വിശ്വാസം വർദ്ധിക്കും. വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിശ്വാസം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഭയത്തോടെയല്ല, അതിനെ മറുതലിക്കാനല്ല, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം അത് വിശ്വാസയോഗ്യമാണ്. അത് എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് സൗഖ്യമാണ്. എന്നെപ്പറ്റിയുള്ള ദൈവിക പദ്ധതികൾ നന്മയ്ക്കുള്ള പദ്ധതിയാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ പറ്റിയുള്ള പദ്ധതികൾ ദൈവത്തിന് നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ദൈവം എനിക്ക് വേണ്ടി നല്ലത് കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേർ എന്ന് പറയും കർത്താവേ സ്തോത്രം. നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് കരുതിയിരിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സകലതും ഒരുക്കി വെച്ചിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വിശ്വാസം മുന്നോട്ട് പോകാൻ ഒന്ന് സഹായിക്കണം. പലതും ഞാൻ ചിന്തിച്ച് ഭയപ്പെടുമ്പോൾ ഒന്ന് ചിന്തിച്ച് അടുത്തത് വീണ്ടും അടുത്ത ഭയത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അത് ശത്രുവിൻ്റെ പദ്ധതിയാണ്. എന്നാൽ വിശ്വാസം വർദ്ധിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസം വർദ്ധിച്ച് വരുവാൻ അബ്രഹാമിൻ്റെ വിശ്വാസം കുറഞ്ഞില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം 90-99 ആയപ്പോഴത്തേക്കും അവൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ തിരുവചനം പറയുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു അത്ഭുതം അബ്രഹാമിൻ്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാനിടയായെങ്കിൽ ഇന്ന് വിശ്വാസം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് നന്ദി പറയാം. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശത്രു കൊണ്ട് നല്ല ഭയത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറണം. ദൈവം നമ്മുടെ മേൽ പകരുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവ്. വിശ്വസിക്കുന്ന എത്ര പറയും, എൻ്റെ മേൽ പകരുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. എൻ്റെ മേൽ പകരുന്ന ആത്മാവ് ഹല്ലേലൂയ സ്തോത്ര സ്നേഹത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ മേൽ പകരുന്ന ആത്മാവ് അത് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ മേൽ പകരുന്ന ആത്മാവ് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആത്മാവാണ്. മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാട്ടെ. ചിന്തകളോട് പോരാടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആരെങ്കിലും ഇന്ന് അവിശ്വാസം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന് ഒറ്റ വാക്ക് മതിയായിരുന്നു. വിശ്വസിക്കുന്നു. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. അത് മതി കർത്താവ് പറയാം. അത് മതി കർത്താവിനെ പ്രവർത്തിക്കാൻ. ആമേൻ. ദാറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. ഞാനും നമ്മളും ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിശ്വാസത്തിനകത്ത് കട്ടുകമണിയുടെ വിശ്വാസം മതി. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷൻ വരുന്നത് ചെറിയൊരു കമ്പിയിൽ കൂടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസത്തിന് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവശക്തിനകത്ത് വ്യാപരിക്കാൻ പോയാൻ വിശ്വസിക്കുന്നു. രോഗശക്തികൾ വിട്ടുമാറും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. മാറാത്ത ചിലത് ഈ ദിവസങ്ങൾ മാറിപ്പോകുന്നതൊക്കെ ഇടയാകും. ഹല്ലേലൂയ. എല്ലാം അവിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഒരുമിച്ച് നമുക്ക് കർത്താവിന് ഒരു പാട്ട് പാടി മഹത്വം കൊടുക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ.
യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആമേൻ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആമേൻ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ഓ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആമേൻ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അതുപോലെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആമേൻ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാവോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാവോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാവോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. ഓ യാവോക്കെന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. അതുകൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണും, കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, അതുകൊണ്ട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വിശ്വസിക്കാം. മഹത്വം കാണാം, ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം അപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ സൗഖ്യം കണ്ടുകൊണ്ട് ആ വാതിൽ തുറക്കുന്നതിനായി കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വെള്ളത്തിൽ നടന്ന വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന അഗ്നിക്കുള്ളിൽ ഇറങ്ങിയ സർവശക്തൻ എന്റെ കൂടെ വിശ്വാസിക്കുന്നവർ അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ വലത്തുഭാഗത്തുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാളായാലും നാശം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാശം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാലേ മഹത്വം കാണും, വിശ്വസിച്ചാലേ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകരം വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പോവുക. മഹത്വം കാണാൻ പോകുക. എന്റെ കാണുന്നതിനെ കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. ആ വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ
ഞായറാഴ്ച പകൽക്കാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പെരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി അറിയിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട്, ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസത്തെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. കർത്താവ് ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ബൈബിളുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന മലാക്കി പ്രവാചന പുസ്തകം അതിന് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. മലാക്കി പ്രവാചന പുസ്തകം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ 17 നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യേ ഏകദേശം 400 വർഷത്തിലധികം ദൈവശബ്ദം കേട്ടിരുന്നില്ല എന്ന് പറയുന്നു. അവിടെ ബൈബിള് പഴയ നിയമം തീരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുടെ സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. ഇന്ന് കർത്താവിനെ ഭയപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവിക നീതി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിനെ ശരണമാക്കി, കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർ പറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ പോവുകയാണ്. 2026 ദൈവിക നീതി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നൊരു വർഷമാക്കി ദൈവം മാറ്റാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞാനും വിശ്വസിക്കുന്നു. പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലും കേൾക്കുന്നവരുടെ ജീവിതത്തിലും അതൊരുപോലെ അനുഭവവേദ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പഴയ നിയമപുസ്തകങ്ങളിൽ പലരെ പറ്റിയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. യഹോവയായ ദൈവം, പിന്നീട് മോശ, ദാവീദ്, പിന്നീട് ശമൂവേൽ തുടങ്ങി അങ്ങനെ പ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ പുതിയ നിയമപുസ്തകം ഒറ്റ വ്യക്തിയെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. അത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഉയർത്തുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നാം ഉയരുന്നിടത്ത് അവിടെ ദൈവപ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം അവിടെയാകും. അപ്പോൾ അവിടെ പറയുകയാണ്, രോഗോപശാന്തിയോടെ നീതി സൂര്യൻ വെളിപ്പെടും. സൺ ഓഫ് റൈറ്റസ്നെസ്, നീതിയുടെ സൂര്യൻ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടും. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ, ഒരു പുതിയ പ്രഭാതം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഉദിച്ചു വരുന്ന പോലെ ദൈവത്തിൻ്റെ ചില നീതികൾ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില നാളുകളായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ട ചില നീതികൾ, എൻ്റെ ജീവിതത്തിൽ വരേണ്ടുന്ന ചില നന്മകൾ, ഞാൻ പ്രാപിക്കേണ്ട ചില ദൈവിക അനുഗ്രഹങ്ങൾ, എൻ്റെ ജീവിതത്തിന്മേൽ ഉയരേണ്ട ചില ഉയർച്ചകൾ, എൻ്റെ ജീവിതത്തിന്മേൽ വരേണ്ട ചില ദൈവിക സൗഖ്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്മേൽ പ്രാവർത്തികമാകേണ്ട ചില ദൈവിക വാഗ്ദത്തങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഉള്ള ദൈവിക ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിലും ചിലതൊക്കെ മറിഞ്ഞു കിടക്കുമ്പോൾ, ചിലതൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ, ആമേൻ, അതിൻ്റേതായ നിവർത്തീകരണങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന സമയങ്ങളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, ചിലതൊക്കെ എനിക്ക് പ്രാപിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ആയിരിക്കേണ്ട സ്ഥാനമാനങ്ങളുണ്ട്, ഞാൻ ആയിരിക്കേണ്ട തലങ്ങളുണ്ട്, ഞാൻ ആകേണ്ട പോലെ എനിക്കായിത്തീരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ
അതെന്തുമാകട്ടെ, നമ്മുടെ ജോലി മണ്ഡലമായിരിക്കാം, ആത്മീയ മണ്ഡലമായിരിക്കാം, ശുശ്രൂഷ മണ്ഡലമായിരിക്കാം, നമ്മുടെ കൂട്ടുബന്ധങ്ങളായിരിക്കാം, ഒരു പക്ഷേ കിട്ടേണ്ടുന്ന മാന്യതയായിരിക്കാം, എന്തുമാകട്ടെ അത് കിട്ടേണ്ടുന്ന തലങ്ങളിൽ ദൈവജനത്തിന് കിട്ടുവാൻ തക്കവണ്ണം, സ്തോത്രം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാത്ത ദൈവങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കാത്ത, സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ ആരാധിക്കാത്ത അനേകർക്ക് ചില കിട്ടേണ്ടത് കിട്ടുമ്പോൾ എനിക്ക് ചിലത് ഈ ദിവസങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് അനീതിയുള്ള ദൈവമല്ല, ദൈവം നീതിയുള്ള ദൈവമാണ്. സ്തോത്രം. അനീതി ചെയ്യുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, നീതിയോടെ എനിക്ക് വേണ്ടി വ്യവഹരിക്കുന്ന സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക നീതിക്ക് മാറ്റം വരികയില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള ആ ദൈവിക നീതിയെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന് അതിൻ്റേതായ വഴികളുണ്ട്. ദൈവത്തിന് അതിൻ്റേതായ മുഖാന്തരങ്ങളുണ്ട്. ദൈവത്തിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനും തയ്യാറെടുക്കുവാനും സമർപ്പിക്കുവാനും തയ്യാറാണോ? ഞാൻ വിശ്വസിക്കുന്ന ചില യഥാസ്ഥാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ 2026 തന്നെ കർത്താവ് അത് ചെയ്തെടുക്കാൻ പോകുന്നതിനായിട്ട് അഥവാ ദൈവത്തെ ഒന്ന് സ്തോത്രം വിശ്വാസത്തെ നേരിടണം. ഹല്ലേലൂയ. ചിലതൊക്കെ ശത്രു മറച്ചിട്ടിട്ടുണ്ട്, ചിലതൊക്കെ ശത്രു കവർന്നുകൊണ്ട് പോയിട്ടുണ്ട്, ചിലതൊക്കെ ശത്രു എൻ്റെ ജീവിതത്തിൽ നിന്നും ഹാമിൻ മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതായിരുന്നു, ചിലതൊക്കെ എൻ്റെ കങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു, ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ മേലെ അത് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാത്തവർ തയ്യാറാകും, സമർപ്പിക്കാത്തവർ തയ്യാറാകും. ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൻ്റെ മേൽ വളരെ വേഗത്തിൽ ചിന്തിക്കുന്നതിനപ്പുറമായി, അധികമായി ചിന്തിക്കുന്ന ഹല്ലേലൂയ സ്തോത്ര സമയത്തിനപ്പുറമായി വളരെ വേഗത്തിൽ ചിലത് കർത്താവിൽ നിന്ന് ചെയ്യുവാൻ കഴിയുന്ന സർവശക്തകരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം സത്യദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം അനീതിയായി പ്രവർത്തിക്കുന്നവനല്ല. ദൈവത്തിന് നീതിക്ക് മാറ്റം വരത്തില്ല. അല്ല, ദൈവം ആമേൻ, ദൈവം അനീതി അല്ലെങ്കിൽ നീതി വിട്ട് ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവിക നീതിയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം ദൈവജനത്തിന് വേണ്ടി ചലിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും അന്വേഷിക്കുമ്പോൾ യേശു പറയുകയാണ്, ബാക്കിയൊക്കെയും അതിന് പിന്നാലെ വന്നുകൊള്ളും. അപ്പോൾ ഇത് രണ്ടും വെളിപ്പ്. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുകയും ദൈവിക നീതി അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോഴാണ് അതെ ബാക്കിയൊക്കെ അതോടുകൂടെ വരുന്നത്. അതിൻ്റെ കൂടെ പോരുന്നത്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നതാണ് ബാക്കിയൊക്കെ. അത് എൻ്റെ കൂടെ വരുമെന്ന് വിശ്വസിക്കാൻ അത് വരും, ഉറപ്പായിട്ടും വരും. ഹല്ലേലൂയ. സ്തോത്രം. ശത്രുവിനെ തടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ഞാനൊന്ന് നോക്കിയപ്പോൾ കിട്ടിയ 1-2 കാര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായോണ്ട് ഒന്ന് പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് മൊറാലിറ്റി, ജസ്റ്റിസ്, വെർച്യു, അപ്രൈറ്റ്നസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെർഫെക്ഷനാണ് ദൈവത്തിൻ്റെ നീതി. അതായത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചൊരു നീതിയുണ്ട്. ആ നീതിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ, നമ്മൾ അതിലേക്ക് ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ നീതി തനിയെ വെളിപ്പെടും. ഹല്ലേലൂയ. പക്ഷേ ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നവർ നമുക്ക് പ്രസംഗിക്കുന്ന എനിക്കും പെർഫെക്റ്റ് ആകാൻ കഴിയത്തില്ല. ഈ ലോകത്ത് ജനിച്ച ഒരു വ്യക്തിക്കും പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. പെർഫെക്റ്റായിട്ട് ഒരുവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, പെർഫെക്റ്റായിട്ട് ജീവിതം നയിച്ചൊരുവനുണ്ടെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിച്ച ഒരുവനുണ്ട്. കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അങ്ങനൊരു ദൈവം നമുക്കുള്ളതിനായിട്ട് എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും, എത്ര ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. എന്നെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്ന, എൻ്റെ ബലഹീനതകൾ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല യേശു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ ആമേൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം ദൈവത്തിനോട് സഹതാപം തോന്നിയതുകൊണ്ടാണ്, ദൈവം എൻ്റെ കുറവുകളെ നോക്കാത്തത് കൊണ്ടാണ് ദൈവം എന്നെ നിലനിർത്തിയതെന്ന് ആമേൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാകാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ആമേൻ ആ ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള നീതി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ
വെളിപ്പെടുമ്പോൾ ദൈവിക നീതി ദൈവജനത്തിൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം അനീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമല്ല. ചിലപ്പോൾ നമ്മൾ വ്യക്തിപരമായി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം അനീതിയുള്ള ദൈവമാണോ? മറ്റുള്ളവർക്കുള്ള ചിലതൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചോദിച്ച് അറിയാതെയൊക്കെ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും നമുക്ക് ഇല്ല എന്നെങ്കിൽ സംശയമുണ്ട്. സ്തോത്രം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അറിയാതെയാണെങ്കിൽ ചോദിച്ചു, കർത്താവേ സ്തോത്രം, പലർക്കും കിട്ടിയത്, പലരും ജീവിതത്തിൽ സംഭവിക്കുന്നത്, എനിക്ക് ലഭിക്കേണ്ടത് ചിലത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവിക നീതിയുടെ ഈ ദിവസങ്ങളിൽ ഉറവകൾ, മാർഗങ്ങൾ തുറന്നു വരുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ നീതി അതിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ദിവസങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വാസപരം ദൈവം എനിക്ക് വേണ്ടി നീതിയോടെ പ്രവർത്തിക്കും. ദൈവം ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നീതിയുള്ള ന്യായാധിപതിയായ ദൈവമാണ്. അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അനീതിയായി പ്രവർത്തിക്കത്തില്ല. മുഖപക്ഷം കാണിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. സർവർക്കും വേണ്ടുന്നത് ആമേൻ തക്ക പ്രതിഫലത്തെ കൊടുക്കുന്ന സർവശക്തനെയാണ് ആരാധിക്കുന്നത്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ കണ്ണുനീര് കാണാതെ പോകുന്നവനല്ല. ഞാൻ ആരും അറിയാതെ കരഞ്ഞ കണ്ണീരിനെ അവൻ കുപ്പിയിൽ ശേഖരിക്കുന്നവനാണ്. എൻ്റെ അലച്ചിലുകളെ, കഴിഞ്ഞ നാളുകളെ ഞാൻ അലഞ്ഞ വഴികളെ അതുപോലെ അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ദൈവം അനീതി വിട്ട് ദൈവം ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ദൈവം ഭൗതികമായിട്ട് നീതിയോടെ നടക്കുന്നവനെ, സ്തോത്രം, ദൈവം അവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല എന്നൊക്കെ തിരുവചനം നമ്മൾ കാണുമ്പോഴും ചില നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുമ്പോഴും അതിൽ ഈ ദിവസങ്ങളിലും ശത്രു അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ ഇടയാതാക്കുക വേണം. അതിൻ്റെ മേൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ പലരുടെയും, നീതിയോടെ നിൽക്കുന്ന പലരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫ് വർഷങ്ങളോളം ദൈവത്തിന് നീതി ലഭിച്ചില്ല എന്ന് ചിന്തിച്ചിരുന്ന യോസേഫിൻ്റെ ജീവിതത്തിൽ സമയമായപ്പോൾ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ തക്കവണ്ണമിടയായി. ദൈവം യോസേഫിനെ മാനിക്കേണ്ട വണ്ണം മാനിപ്പാനിടയായി. അപ്പോൾ ഒരു കാലഘട്ടമുണ്ട് ദൈവത്തിന്. ആ കാലഘട്ടത്തിന് അപ്പുറത്ത്, ഒരു സീസൺ അപ്പുറത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണമിടയാകും. ആമേൻ. അപ്പോൾ ദൈവം അനീതിയോടെ പ്രവർത്തിക്കല്ല. ദൈവ നിയമത്തിനകത്തുള്ള ഒന്നും വിട്ട് ദൈവം ചെയ്യത്തില്ല. ദൈവം അനീതിയോടെ പ്രവർത്തിക്കത്തില്ല. ദൈവം മുഖപക്ഷം കാണിക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത്തില്ല. ഹല്ലേലൂയ. മോശ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. മോശയുടെ ജീവിതത്തിൽ മോശയെ പോലെ ദൈവം മുഖാമുഖം എന്നതുപോലെ സംസാരിച്ച ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അപ്പോൾ മോശ സ്വന്തം കൈകൊണ്ട് ദൈവം അടക്കിയെന്ന് തിരുവചനം പറയുമ്പോൾ മോശയുടെ മകൻ മോശയെ മിസ്രൈമിലേക്ക് അയക്കുമ്പോൾ ദൈവം മോശയെ അധികാരം പകർന്ന് മോശയെ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ തിരുവചനം പറയുന്നു, മോശയെ കൊല്ലുവാൻ ദൈവം മോശയോട് എതിരിട്ടു. ദൈവം മോശയെ കൊല്ലുവാൻ ഭാവിച്ചു. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ നീതിക്ക് വിരുദ്ധമായി മോശ ചിലത് ചെയ്യാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ നീതി, ന്യായം അവരെ അത് മോശയ്ക്കെതിരെ വരികയാണ്. അപ്പോൾ കൽക്കത്തിയെടുത്ത് സിപ്പോറ തൻ്റെ മകനെ പരിച്ഛേദന ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കോപം അവിടെ നിന്ന് മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് മോശയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ അമ്മാവിയപ്പനായ യിത്രോയെ ഭയപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഭയപ്പെട്ട മോശ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നപ്പോൾ മോശയല്ല എത്ര വലിയ ശ്രേഷ്ഠനാന്ന് പറഞ്ഞാലും ദൈവം നീതി വിട്ട് പെരുമാറുന്നവനല്ല. ദൈവത്തിൻ്റെ നീതിക്ക് മാറ്റം വരത്തില്ല. ഞാൻ എത്ര വലിയ ദൈവദാസനാന്ന് പറഞ്ഞാലും, എത്ര അഭിഷക്തനാന്ന് പറഞ്ഞാലും, എത്ര ശ്രേഷ്ഠനാന്ന് പറഞ്ഞാലും, എത്ര ഉന്നതനാന്ന് പറഞ്ഞാലും ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് മോശയെ ഏൽപ്പിച്ചു കൊടുത്ത മോശയാണ് ദൈവം പിന്നീട് കരങ്ങൾ ഉപയോഗിക്കുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും നീതി വിട്ട് ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി പോകത്തില്ല. ആമേൻ. ദൈവം അവനിൽ കഥാവിന് തിരുവചനം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ? അവസരം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഹെബ്രായർ 11 പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തെ തേടിയാണ്, ദൈവത്തെ അന്വേഷിച്ചാണ് ദൈവസന്നിധിയിൽ. അത് കിട്ടി വായിക്കാം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഹെബ്രായർ 11:6. അവിടെ 11:6 പറയുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വാസമാണ്. എൻ്റെ ഓട്ടം വ്യർത്ഥമല്ല, എൻ്റെ അധ്വാനം വ്യർത്ഥമല്ല, ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത് വ്യർത്ഥമല്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രതിഫലം തന്നിരിക്കും. സ്തോത്രം. ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. വിശ്വസിക്കുന്നത് പറയും ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലം എനിക്കുണ്ട്. ദൈവം തരുന്ന പ്രതിഫലം ആർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ദൈവിക പ്രതിഫലം. മനുഷ്യൻ തരുന്ന പ്രതിഫലമല്ല ദൈവം തരുന്നത്. ദൈവം ഒരുവൻ്റെ മേലൊരു പ്രതിഫലം കൊടുത്താൽ അത് ആർക്കും എടുത്തു കളയാൻ സാധിക്കത്തില്ല. അത് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ പ്രതിഫലം ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിലും ആവശ്യപ്പെടുന്നതിലും അത്യന്തം ഫലമാണ്. ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത്, വിചാരിക്കാൻ കഴിയുന്നതിനപ്പുറത്ത്, സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്ത് പ്രതിഫലം നൽകുന്ന ദൈവത്തെ ആരാധിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ മുഖത്ത് നോക്കി പാടാം, എൻ്റെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാ. ശത്രുവെ നീ ജയമെടുക്കത്തില്ല, നീ എന്തെല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങൾ അതിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ദൈവമുണ്ട്. ഇരട്ടിയായി തന്റെ ജനത്തിന് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് ദൈവത്തെ വചനം പറയുന്നു. ശത്രു എന്തെല്ലാം കൊണ്ടുപോയാലും ഇരട്ടിയായി ഓഹരിയായി തങ്ങളുടെ ജനത്തിന് മടക്കി കൊടുക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവജനത്തിൻ്റെ നന്മയെ തടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അതൊന്ന് നമ്മളാണ്. 2 സാത്താനാണ്. സൈറ്റൻ എന്ന് പറഞ്ഞാൽ അതിനെ ഉയർത്താനല്ല, അതിൻ്റെ അർത്ഥം അഡ്വേഴ്സറി അല്ലെങ്കിൽ കുറ്റം പറയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കുന്നവൻ. ജീവിതത്തിന്മേൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ വരുമ്പോൾ അതിനെ തടയുന്നവനാണ് പൈശാചിക. അതിൻ്റെ പേര് എനിക്കിത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ശത്രു എന്നേ പറയുന്നുള്ളൂ. പക്ഷേ സാത്താൻ്റെ അർത്ഥം ഈസ് എൻ അക്യൂസർ. അവൻ ദൈവജനത്തെ മെയിൻ പരിപാടി 24 മണിക്കൂറും അപവാദം പറഞ്ഞും അവരെ കുറ്റം വിധിച്ചും അവർക്ക് കിട്ടേണ്ട നന്മകൾ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരാൻ സമ്മതിക്കാതെ അവരുടെ ജീവിതത്തോട് വാദിക്കുന്ന ഒരുപാട് ആണ് സാത്താന്യ പൈശാചിക മണ്ഡലം. ഹല്ലേലൂയ. അപ്പോൾ നീതിയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമക്കളുടെ അനീതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ചില നന്മകൾ അവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായി വരുമ്പോൾ ചില അനീതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ വാദിക്കുന്ന ഒരു മണ്ഡലമാണ്. സ്തോത്രം. ആ തലം അതിൻ്റെ മേൽ ക്ഷയമെടുക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ റെവലേഷൻസ് അതിൻ്റെ 12 പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകലുകൾ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളി ഇട്ട് കളഞ്ഞല്ലോ. അപ്പോൾ രാപ്പകൽ ദൈവമക്കളെ, പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ആരുമാകട്ടെ, അവനെ കുറ്റം പറയുന്നൊരു അപവാദി ദൈവസന്നിധി നിന്നുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ രാത്രികാലമോ ഇപ്പോഴോ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവസന്നിധി ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇവന് ശുശ്രൂഷിപ്പാനുള്ള കെൽപ്പില്ല, ഇവനതിന് യോഗ്യതയില്ല, ഇവന് കിട്ടേണ്ട നന്മയ്ക്ക് ഇവന് അവകാശമില്ല എന്ന് യഥാർത്ഥത്തിൽ പറയുമ്പോൾ അത് ദൈവത്തിന് അതിനുമേൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന് ഒരിക്കലും അനീതിയോടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം ആരുടെ ശുപാർശയ്ക്ക് നിൽക്കുന്നവനല്ല. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയാണ്? സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ
കാണുന്നത് നമുക്ക് അറിയാം, വായിക്കണമെന്നില്ല, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. വേഗത്തിൽ തിരുവചനത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ദൈവത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. അവിടെ സാത്താൻ അവൻ്റെ മേൽ കുറ്റം ചുമത്തുന്നു. വലത്ത് ഭാഗത്ത് നിൽക്കുകയാണ്. അവനെ കാണിച്ചു തന്നു. അപ്പോൾ സക്രിയ പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വരേണ്ട സമയമായി, ഇവർക്ക് ഈ വിടുതൽ കൊടുക്കാൻ പാടില്ല. അതായത് സക്രിയ പ്രവാചകൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവജനം പുറത്തു വരേണ്ട സമയമായി, ദൈവജനത്തിൻ്റെ നന്മ ദൈവജനത്തിൻ്റെ കരങ്ങൾ കിട്ടേണ്ട സമയമായി, ദൈവജനത്തിനൊരു പുറപ്പാടിൻ്റെ സമയമായി, ദൈവജനത്തിൻ്റെ മേൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ പരിപൂർത്തികളുടെ സമയമായി. എന്നാൽ പരിപൂർത്തിയുടെ സമയമായപ്പോൾ ദൈവജനത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പൈശാചിക മണ്ഡലം പറയുകയാണ്, ഇവന് ഇന്ന കുറവുണ്ട്, ഇവന് കൊടുക്കാൻ പാടില്ല. എന്നാൽ തിരുവചനം പറയുന്നു, യഹോവയായ ദൈവം അവൻ്റെ മുമ്പിൽ അവിടെ മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളയുവൻ, അവനോട് നിന്റെ അകൃത്യം നീക്കിക്കളഞ്ഞിരിക്കുന്നു പറയുവൻ. നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കളയുന്ന യഹോവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവസന്നിധിയിൽ പിശാച് നമുക്ക് കുറ്റം വിധിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതിനായിട്ട് അത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. യേശു ഇല്ലായിരുന്നെങ്കിൽ ഈ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരത്തില്ലായിരുന്നു. പല ദൈവിക അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇനി വരാൻ പോകുന്ന ദൈവിക നന്മകൾക്കായിട്ട്, ദൈവിക യഥാസ്ഥാനതകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നത്, മുൻ നിയമിച്ചവരെ നീ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ നമ്മളെ നീതീകരിക്കുന്നവനാണ് കർത്താവായ ഈശോ മിശിഹ. നമ്മളെ നീതീകരിക്കുന്നതാണ് കർത്താവായ യേശു കർത്താവ്. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ പിതാവിൻ്റെ സന്നിധിയിൽ വലത്ത് ഭാഗത്ത് ഇന്ന് പിശാച് എന്നെ നേരെ വാദിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റുപറയുന്ന സമയത്ത് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് അവനെ സ്തോത്രം ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് ഇവൻ്റെ മേൽ, എൻ്റെ മകളുടെ മേൽ, എൻ്റെ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പിതാവിനോട് പറയുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഇന്ന് വിശ്വസിക്കുന്നവർ പറയാം, എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരുവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:4 പറയുകയാണ്. പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതം പാഴായിപ്പോയി. ഹല്ലേലൂയ. ചിലതൊക്കെ ഈ ജീവിതം എന്തർത്ഥമെന്ന് ചോദിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയണേ, എൻ്റെ ജീവിതം പാഴല്ല, എൻ്റെ ജീവിതം അർത്ഥവത്തുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഫലപ്രദമായ ജീവിതമാണ്. എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. എൻ്റെ ജീവിതത്തിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടൻ്റെ പദ്ധതിയല്ല, ദൈവിക പദ്ധതിയുണ്ട്. അപ്പോൾ യെശയ്യാ പ്രവാചക പുസ്തകം 49:4 വായിക്കാം. എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. അവിടെ ഇസ്രായേൽ അവിടെ കരയുകയാണ്, കർത്താവേ, നാളുകളായി ഞാൻ അധ്വാനിക്കുന്നു, നാളുകളായി ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. അങ്ങനെയുള്ള അനേക ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും പലതും വ്യർത്ഥമായി തീർന്നുവെന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ അധ്വാനിച്ചതും ദൈവത്തിന് വേണ്ടി നിന്നതും ചെലവിട്ടതുമൊക്കെ നഷ്ടമായി പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയണം, എൻ്റെ ന്യായം യഹോവയുടെ പക്കലുണ്ട്, എൻ്റെ ന്യായം യഹോവയുടെ പക്കലുണ്ടെന്ന് വിശ്വസിക്കുന്ന കരം ഉയർത്തി പറയണം, എൻ്റെ ന്യായം യഹോവയുടെ പക്കലുണ്ട്. എനിക്ക് വേണ്ടി നല്ല ന്യായവതിയായി നീതിയോടെ ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ചിലത് ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ മണ്ഡലങ്ങൾ വെളിപ്പെടേണ്ടതുണ്ട്. എൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ വെളിപ്പെടേണ്ടതുണ്ട്. എൻ്റെ ഈ ദിവസങ്ങളിൽ ഒരു മാന്യതയുടെ മണ്ഡലങ്ങളിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസമാണ്, എൻ്റെ ദൈവം ന്യായത്തെ മറച്ചു വെക്കുന്നവനല്ല, എൻ്റെ നീതിയെ പ്രഭാതം പോലെ ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവമുണ്ട്. ശത്രു മറച്ചാലും അതിനുമേ ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുന്നൊരു കർത്താവുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആശ്വസിപ്പിക്കുകയാണ്. അത് അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. 49:15 പറയുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ?
പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സിയോൻ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറഞ്ഞു കളയുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നിടത്ത് പറയും, ദൈവത്തിന് ഉള്ളംകരത്തിൽ എൻ്റെ പേരെഴുതി വച്ചിരിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അമ്മ ഉപേക്ഷിച്ചാലും, വെറുതെ പറയാനല്ല, ഇന്ന് വിശ്വാസന വേണം, അമ്മ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. എന്നെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ദൈവം ഇന്നും പ്രിയ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നും നിങ്ങളെയും എന്നെയും ഓർക്കുന്നൊരു കർത്താവുണ്ട്. എൻ്റെ വിഷയത്തെ ഈ ദിവസങ്ങൾ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അതിന് ഈ ദിവസങ്ങളിലും നീതിയോടെ വ്യവഹരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതിയുമായി നിൽക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത് വിശ്വാസമുള്ളവർ വിശ്വാസന പറയണം. ശത്രു ജയമെടുക്കത്തില്ല. ശത്രു അതിനുമേൽ വിലച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരും. എൻ്റെ നീതി വെളിപ്പെടും. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഒരു വലിയ നല്ല സാക്ഷിയാക്കി ദൈവം എന്നെ മാറ്റുന്ന നാളുകൾക്കായി ഇന്ന് കരങ്ങളടി. ദൈവത്തിൻ്റെ നീതി എനിക്ക് ലഭിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ ലഭിക്കണമെന്ന് നമ്മൾ ആയി തീരേണ്ട വണ്ണം, നമ്മളായിരിക്കേണ്ട മണ്ഡലങ്ങളിൽ നമ്മളായി ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. അതിനെ തടുക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറും. അത് വളരെ വേഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അത്ര വേണ്ട. വളരെ വേഗത്തിൽ ശീഘ്ര സമയം കൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തെയാ. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നാളുകളായി വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുക. കമാൻ ഹല്ലേലൂയ. പിശാചിൻ്റെ കേന്ദ്രങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൊള്ളയടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലത് ഞങ്ങൾ തിരിച്ചുപിടിക്കുന്ന നാളുകളാണ്. പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ശത്രു മറച്ചിട്ടിരിക്കുന്ന ചിലത് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരണം. ഞാൻ കാണാത്ത മണ്ഡലങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ മറച്ചിട്ട് എൻ്റെ കൺമുമ്പിൽ വെളിപ്പെടുത്താതെ അത് പ്രാപിക്കുവാനിടയാതാക്കണം. വാദിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് അല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഉള്ളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. ദൈവം പല സ്ഥലത്ത് പറയുന്നുണ്ട്, ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തോട് അവർ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ ആയിരിക്കേണ്ടവൻ ആയിരിക്കാൻ ഇടയാക്കണമേ. വി ഡോണ്ട് വാണ്ട് ടു ബി ഇൻ എ ലോവർ ലെവൽ, വി വാണ്ട് ടു ബി ഇൻ എ പ്ലേസ് വേർ യു പ്ലേസ്ഡ് us to be. ഞങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് എന്നെ ഉയർത്താൻ കഴിയുന്നവരുണ്ട്. ഗട്ടറി കിടക്കുന്നവനെ ദൈവ സന്നിധിയോളം ഉയർത്താൻ കഴിയുന്നവനെ ആരാധിക്കുന്നത്. ഹി ക്യാൻ റേസ് യു ഫ്രം ദ ഗട്ടർമോസ്റ്റ് ആൻഡ് യു ക്യാൻ ടേക്ക് യു ടു ദ അപ്പർ മോസ്റ്റ്. എത്ര തകർന്നു തരിപ്പണമായെന്ന് ചിന്തിച്ചാലും, ഒന്നുമില്ലെന്നും ഇനി നടക്കത്തില്ലെന്നും പറഞ്ഞാലും ഹാലലി ഒരു കുറ്റി ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റിയുടെ ഈ ദിവസങ്ങൾ തളർപ്പ് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവമുണ്ട്. ഈശോയുടെ കുറ്റിയിൽ നിന്നല്ല, ഈശോയുടെ വേരിൽ നിന്നും ഞാനിത് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളായി തീരുമ്പോൾ, ഒരുപക്ഷെ ഏതെങ്കിലും വിഷയത്തിൽ എനിക്ക് ചിലത് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിരാശയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നിരാശയുടെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. നിരാശയുടെ നേരിട്ടിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആർക്കെങ്കിലും നിരാശയുടെ നിരാശയുടെ അനുഭവത്തിലുണ്ടെങ്കിൽ, ഡിപ്രഷൻ്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ചിലതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതാണ്, ചിലതൊക്കെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായെന്ന് ഡിപ്രഷനായിട്ട് ഉടപകലും അന്ന് പ്രാപിക്കേണ്ടതിൽ ഇത് പ്രാപിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, എന്തെല്ലാം പ്രാപിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാലും അതിൽ വളരെ വേഗത്തിൽ അതിലപ്പുറമായി എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുന്നത് അതല്ല, ഒരുപക്ഷെ ദൈവിക പദ്ധതി അതല്ലായിരിക്കും, പക്ഷേ അതിനപ്പുറത്ത് ചില ദൈവിക പദ്ധതി ഉള്ളതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ചിലത് ഞാൻ പ്രാപിച്ചിട്ടില്ലെങ്കിലും അത് ദൈവിക പദ്ധതി അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്നത്ര പറയും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി അതിനപ്പുറമാണ്. സ്തോത്രം. പലരും പറയാറുണ്ട്, ഞാൻ ഇന്ന ആളാകേണ്ടതായിരുന്നു,
ഇന്ന ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിത്തീരേണ്ടതായിരുന്നു, അല്ലെ ഇന്ന വ്യക്തിയുമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ഓർത്ത് നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ചില സ്ഥലത്ത് ഞാൻ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസമാണ്, ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. അതിനകത്തോടെ ദൈവത്തിന് ചില വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എൻ്റെ ചിന്തകൾക്കപ്പുറത്ത്, ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്ത് അതിലൂടെ ചിലതിനെ പുറത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സന്നിധിയിൽ സങ്കീർത്തനം 37:7 പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രാപിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. അപ്പോൾ ദൈവസന്നിധിയിൽ മുഷിഞ്ഞു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ചിലത് അവരുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ന്യായമായി കിട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കുടുംബത്തിനകത്ത് എനിക്ക് ന്യായമായി കിട്ടേണ്ടതായിരിക്കാം, ഒരുപക്ഷെ ദൈവസഭയ്ക്കകത്ത് ന്യായമായി കിട്ടേണ്ടതായിരിക്കാം, ജോലിയുടെ മണ്ഡലത്തിൽ കർത്താവ് ന്യായമായി കിട്ടേണ്ടതായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ ആത്മീയ ജീവിതം എന്തുമാകട്ടെ. പക്ഷേ മുഷിഞ്ഞു പോകരുത്. മുഷിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അവിടെ പറയുകയാണ്, നീ മുഷിയരുത്, നീ മിണ്ടാതിരുന്നാൽ മതി, യഹോവ പ്രവർത്തിച്ചോളും. കേസ് കൊടുക്കാൻ ഇന്ന് പല ദൈവസഭകളിലും കേസിന് പോകുന്നുണ്ട്. പക്ഷേ കേസ് കൊടുക്കാൻ പോകണ്ട, മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ നമ്മുടെ ന്യായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? എൻ്റെ ദൈവമേ, എനിക്ക് ന്യായം നടത്തി തരണമേ. ഈ ലോകത്തിൽ നീതിയായ കോടതികളല്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എനിക്ക് വേണ്ടി ന്യായം നടത്തുന്ന ഒരു യഹോവയായ നല്ല ന്യായാധിപനായവൻ എനിക്കുണ്ടെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും അതിനുമേൽ പ്രവർത്തിക്കാൻ ദൈവം താല്പര്യമുണ്ട്. What God needs is your faith. ഹല്ലേലൂയ. ജഡത്തിലൊന്നും ചെയ്യാൻ പോകരുത്, ജഡത്തിലൊന്നും പറയാൻ പോകരുത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് മിണ്ടാതിരിക്കുക. സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കാണുവാനിടയാകും. ഞാനും നിങ്ങളും ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും ആ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ദൈവം ചെയ്യുമ്പോൾ He will do it in a perfect way. You cannot even think or imagine. അത്ര ശുഭമായി, അത്ര ശ്രേഷ്ഠമായി, അത്ര പെർഫെക്റ്റ് ആയിട്ട് ദൈവം എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നത് എൻ്റെ കൺമുമ്പാകെ കാണാൻ പോകുന്നതിനായിട്ട് എത്ര ദൈവത്തെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. പലയിടങ്ങളിൽ പല പ്രാവശ്യം വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഒരു വസ്തു സംബന്ധമായൊരു വിഷയത്തെ പറ്റി ചില തർക്കങ്ങളുണ്ടാകുമെന്ന് ചിന്തിച്ചു. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം വളരെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷേ ഞാൻ പറയുന്നത് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോട് ഒരു വിധത്തിൽ ഒരു മുഷിപ്പ് ഉണ്ടാകാതെ ദൈവത്തിൻ്റെ കര അതിൻ്റെ മേൽ ചലിച്ച് ദൈവം അതിൻ്റെ ഒരു വഴിയെ ദൈവം തുറന്നു. ആ വ്യക്തിയെ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജഡത്തിൽ പ്രവർത്തിച്ചു വരുന്നെങ്കിൽ ഒരു പക്ഷേ പൈശാചിക മണ്ഡലം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകുമായിരുന്നു. അതുകൊണ്ട് അവിടെ പറയുക, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അറിയുന്നല്ലോ, ഏത് മനുഷ്യനും കേൾപ്പാൻ, ജെയിംസ് ഹല്ലേലൂയ സ്തോത്രം യാക്കോബിൻ്റെ ലേഖനം 1:19 പറയുകയാണ്, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയോടും പറയുവാൻ താമസത്തിനും താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിന് നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും ഇത് വിശ്വാസി വരുമ്പോഴും വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ദൈവം ആഗ്രഹിക്കാത്തതൊക്കെ കയറി പറഞ്ഞിട്ട് ചില നന്മകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പിന്നീട് അത് മടക്കി തരുവാനൊക്കെ ഇടയായി. നമ്മൾ എന്തെങ്കിലുമൊക്കെ കയറി ദൈവഹിതമല്ലാത്തത് പറയാൻ സാത്താൻ എപ്പോഴും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ ദിവസങ്ങൾ നമ്മുടെ നാവിനെ അടക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ അല്പം ആരോടെങ്കിലുമൊക്കെ ഒരു കോപമുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മാറി എഴുന്നിട്ട് മുറി പോയിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം സംസാരിക്കാൻ. അതിനു മുമ്പ് സംസാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും സ്തോത്രം, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജഡത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ,
ഇന്ന വിഷയത്തിന് മേൽ കർത്താവേ ഞാൻ എങ്ങനെ പ്രതികരിക്കണം, ഇന്ന വിഷയത്തിന് മേൽ ഞാൻ എന്ത് പറയണം. ദൈവഹിതമല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ ആ നിമിഷം അത് പിടിച്ചിട്ട് കൊണ്ട് പോയിട്ട് പറയും, ഹല്ലേലൂയ സ്തോത്രം, ഇവൻ്റെ ആമേൻ കുറ്റം ഇതാ, ഇവൻ ദൈവഹിതമല്ലാത്തത് പറഞ്ഞു. അന്നേരം തന്നെ ദൈവസന്നിധി ഏറ്റു പറയാൻ തയ്യാറാണോ? ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ദൈവഹിതമല്ലാത്ത സംസാരം എൻ്റെ വായിൽ നിന്ന് വന്നു. ഞാൻ അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവസന്നിധി പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശത്രു അതിൻ്റെ മേൽ പ്രവർത്തിച്ചു, പക്ഷേ ചിലത് നഷ്ടപ്പെടേണ്ടതായിരുന്നു. ദൈവം അത് മടക്കി തന്നു, കാരണം ഞാൻ ദൈവസന്നിധി ഏറ്റു പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശത്രു ദൈവമക്കളെ നോക്കിക്കൊണ്ടിരിക്കും, ഇവൻ്റെ ജീവിതത്തിൽ എന്താണ് ആമേൻ ഒന്ന് പ്രവർത്തിക്കുകയാണ്. അവൻ ഊടാടുന്ന പൈശാചിക മണ്ഡലം, അവൻ സാത്താൻ എപ്പോഴും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. ആമേൻ സ്തോത്രം. എങ്ങനെയെങ്കിലും ദൈവമക്കളെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് രാപ്പകൽ ആമേൻ ഒരു സിംഹം എന്നതുപോലെ ആമേൻ ശത്രുവായവൻ ചുറ്റിത്തിരിയുമ്പോൾ ദൈവമക്കൾ ഈ ദിവസങ്ങൾ കോട്ട സൂക്ഷിപ്പാൻ തയ്യാറാണോ? ഏറ്റുപറയേണ്ടത് ഈ ദിവസം ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ ഒരു മടങ്ങിയ വരവ് ദൈവം നമ്മുടെ ജീവിതം ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് യേശു കർത്താവ് ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവം യേശു ക്രിസ്തുവിനെ അത്രയധികം പിതാവ് ഉയർത്തുവാനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല. അവൻ സാഹസം ചെയ്യുകയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവന് ദുഷ്ടന്മാരുടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവൻ കർത്താവ് ഒന്നും അനീതിയായി ചെയ്തിട്ടില്ല, ഒരു വാക്ക് പോലും തെറ്റായി പറഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ലോകം അവന് കൊടുത്തത് മുഴുവൻ വേദനയായിരുന്നു. അവൻ ജനിച്ചപ്പോൾ ഒരു സ്ഥലം പോലും കൊടുത്തില്ല, മരിക്കുമ്പോൾ അവന് മരിക്കുവാൻ ഒരു സ്ഥലം പോലും കൊടുത്തില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യയാണ് യേശു കൊല്ലപ്പെട്ടത്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്വന്തം കൈകൊണ്ട് അപ്പം വാങ്ങി ഭക്ഷിച്ചവൻ യേശു ക്രിസ്തുവിനെ അവൻ കൊലയ്ക്ക് കൊടുക്കുമ്പോഴും യേശു ക്രിസ്തു ഒരു വായിലൊരു വഞ്ചന വന്നില്ല. സ്തോത്രം. തിരിച്ചറിയുന്ന എത്ര എന്ന് പറയും. നമ്മളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും കൊണ്ട് അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ഹല്ലേലൂയ, അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇതൊരു ഭയങ്കര അനുഗ്രഹമാണ്, ഇത് ഭയങ്കര വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ വായിലൂടെ കർത്താവേ ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും വരുവാനിടയാകാതെ, കർത്താവേ ശത്രു അതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാനിടയാകാതെ, ദൈവത്തെ മറുതലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ക്ഷമ. കർത്താവേ ഐ ആം സോറി ലോർഡ്. കർത്താവേ അങ്ങയോട് കുറ്റം പറഞ്ഞവരുണ്ടെങ്കിൽ ദൈവസന്നിധി ഏൽപ്പിച്ചിട്ടുള്ള കർത്താവേ എനിക്ക് തെറ്റിപ്പോയി. കർത്താവേ ഐ താങ്ക് യു ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ലോർഡ്. അവിടുന്ന് ചെയ്യാൻ പോകുന്ന അവിടുത്തെ നന്മകൾക്കായി സ്തോത്രം. നമ്മളെ തന്നെ ശപിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. ഇന്ന് രക്തത്താൽ കർത്താവേ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസമാണ്. ഐ എം കോൾഡ് ടു എ ബ്ലെസ്സിങ്. ഞാനൊരു അനുഗ്രഹമാകും. കരങ്ങളുള്ളവർ കരങ്ങൾ ഉയർത്തി പറ, ഗോഡ് ഹാസ് കോൾഡ് മീ ടു എ ബ്ലെസ്സിങ്. ഐ വിൽ ബി എ ബ്ലെസ്സിങ്. വായിലൂടെ ഏതെങ്കിലും വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിനെ ക്യാൻസൽ ചെയ്യുക. ശത്രു അത് ജയമെടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 വിധികൾക്കുള്ളിൽ ആമേൻ ആരും കേട്ടില്ലെങ്കിലും കേൾക്കുന്ന 2 പേരുണ്ട്. ഒന്ന് ദൈവമാണ്, 2 പിശാചാണ്. പിശാച് അത് എടുത്തുകൊണ്ട് പോകും. പിശാച് വാദിക്കാൻ തുടങ്ങും. പക്ഷേ ഇന്ന് പകൽ വാദിക്കുന്ന മണ്ഡലത്തെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ കർത്താവേ അതിനെ ക്ഷേമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകരാൻ തുടങ്ങിയ യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തി കേന്ദ്രം യേശുവിൻ്റെ നാമത്തിൽ തകരും. നമ്മളോട് വാദിച്ച് നമ്മളോട് അവകാശം പറയുന്ന ദുഷ്ടമണ്ഡലം ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ വായിലെ ഭത്സനത്താൽ യേശു പിശാചിനെ മേൽ ക്ഷയപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കകത്ത് ഇരിക്കുന്ന വാക്കുകൾക്ക് ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന. ഹല്ലേലൂയ. നമുക്ക് ജയമുണ്ട്. ദൈവത്തിൻ്റെ വചനം വാളാണ്. ദൈവത്തിൻ്റെ വചനം വാളല്ല, ഇരുവായുത്തല വാൾ അല്ല, മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയേറിയ, ഇരുവായുത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. അപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ധ്യാനം പോലും വ്യക്തമായി അറിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശുദ്ധീകരിക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ മേൽ നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കാറ്, കർത്താവ് എന്താ എൻ്റെ ഇപ്പോഴല്ല മുമ്പ്, സ്തോത്രം, പിന്നെ എനിക്ക് മനസ്സിലാക്കി എൻ്റെ ഉള്ളു ശരിയല്ലായിരുന്നു. സ്തോത്രം. ദൈവം അതിനൊന്ന് വിശദീകരിച്ചപ്പോൾ കാര്യങ്ങൾക്കൊരു മാറ്റം വന്നു. സ്തോത്രം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ നീതിയല്ല, ദൈവത്തിന് നമ്മുടെ ശുദ്ധീകരണം. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച കാര്യം, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ അകം ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മുടെ പുറം ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ നാവിൽ വരുന്ന നാക്കുകൾക്കൊരു മാറ്റം വരും. ഒരുവൻ്റെ സംസാരത്തെ കാണുമ്പോൾ അറിയാം അവൻ്റെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ യേശു പറയുകയാണ്, ആമേൻ സ്തോത്രം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യത്തെ വാക്യം പറയുന്നില്ല, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആമേൻ നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് കാണുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങും. നല്ലത് വായിക്കുമ്പോൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങും. നല്ലത് സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരെ കൊണ്ട് ദൈവദാസന്മാരെ കുറ്റം പറയുന്നത് ദയവായിട്ട് ചെയ്യരുത്. സ്തോത്രം. ഇത് പിശാചിൻ്റെ പരിപാടിയത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശത്രു അത് പിടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്തോത്രം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശത്രു അതിനെ പിടിച്ചുകൊണ്ട് പോരുകയും. ഹല്ലേലൂയ. കാരണം നീതിമാനായവൻ ദൈവം മാത്രമേ ഉള്ളൂ. നീതിമാൻ ദൈവം മാത്രമേ ഉള്ളൂ. ആരെയും വിധിക്കുവാൻ നമുക്ക് അധികാരമില്ല. വിധി കർത്താവ് ദൈവമാണ്. വിധിക്കേണ്ടത് നമ്മളെ തന്നെ മാത്രമേ നമുക്ക് വിധിക്കാൻ കഴിയത്തുള്ളൂ. സമയത്തിന് മുമ്പ് ആരെയും വിധിക്കരുത്. സ്തോത്രം, സ്തോത്രം. ന്യായാധിപതിയായ ദൈവം വിധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിധി ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. ശത്രു അതിൻ്റെ മേൽ നമ്മളോട് ഈ ദിവസങ്ങളിലും ദൈവസന്നിധിയിൽ തർക്കിക്കാനിടയാകും. ആമേൻ. യേശു പറയുകയാണ്, നമ്മുടെ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിന്റെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കും നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കുഴപ്പമില്ലെന്ന്, പക്ഷേ ഇതിനെ കയറി പിടിക്കുന്നൊരു പിശാചുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്കൊന്ന് സൂക്ഷിക്കാൻ തയ്യാറാകും. മറ്റുള്ളവരെ മുഖസ്തുതി പറയുന്നവരാണോ അത് നിർത്തണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വ്യക്തിയെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നുവോ ആ വ്യക്തിയെപ്പറ്റി അത് തന്നെ സംസാരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മുടെ കാര്യസാധനങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മൾ ദൈവസന്നിധി ഏതെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആമേൻ സ്തോത്രം ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ തയ്യാറാകണം. ദൈവമായിട്ടൊരു ഈ ദിവസം ഉടമ്പടിയിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങൾ അതിൽ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരുവാനായി ഞാൻ വിശ്വസിക്കുന്ന ചിലരെ കർത്താവിനെ വിളിക്കുക. ശത്രു അതിൻ്റെ മേൽ വാദിക്കാൻ തക്കവണ്ണം അവിടെ യഹോവയെ ഭാരമേൽപ്പിക്കുക. അവനത് നിവർത്തിക്കും. സങ്കീർത്തനം 37:5 പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭാരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. ഏത് ഭാരമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ആ ഭാരത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവനത് നിർവഹിക്കും. അടുത്ത വാക്യം പറയുകയാണ്, എൻ്റെ നീതിയെ അവൻ പ്രഭാതം പോലെയാക്കും. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ നീതിയെ ദൈവം പ്രഭാതം പോലെയാക്കും. എൻ്റെ ന്യായത്തെ ദൈവം മധ്യാഹ്നം പോലെയാക്കി മാറ്റും. എൻ്റെ നീതി അവൻ പ്രഭാതം പോലെയാക്കും. എൻ്റെ ന്യായത്തെ അവൻ മധ്യാഹ്നത്തിൻ്റെ വെളിച്ചം പോലെയാക്കും. ആമൻ ഇരുണ്ട് കിടക്കുന്ന മൂടിക്കിടക്കുന്ന കിട്ടേണ്ട ന്യായങ്ങൾ ആമൻ ലഭിക്കേണ്ട ചില നന്മകൾ ഈ ദിവസങ്ങൾ പ്രാപിക്കേണ്ട ചില മണ്ഡലങ്ങൾ ഈ ദിവസങ്ങൾ കടന്നു വരേണ്ട ചില ദൈവിക പദ്ധതികൾ യേശുവിൻ്റെ നാമത്തിൽ 2026 യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിന് മേൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് വെളിപ്പെട്ട് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ദൈവം അതിനെ മാനിക്കും. സ്തോത്രം. നമ്മൾ വർക്കിംഗ് ഹാർഡിലി അല്ല, ഞാൻ വിശ്വസിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. സ്തോത്രം. സമയത്തെ വിട്ടല്ല, ചെയ്യുന്ന ജോലി നന്നായി ചെയ്യാൻ തയ്യാറാണോ ദൈവം ആ ജോലി അനുഗ്രഹിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. വ്യക്തിപരമായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് കിട്ടേണ്ടത് കർത്താവേ എന്തുകൊണ്ടാണ് കിട്ടാത്തത്. പക്ഷേ ചെയ്യുന്ന ജോലി പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു. സമയമായപ്പോൾ ദൈവം അത്ഭുതകരമായി സ്തോത്രം ദൈവത്തിൻ്റെ ഒരു നീതി ദൈവം വെളിപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്.
ഭൗതിക മണ്ഡലത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവവേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ ഒരു മോശ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വേല തുറന്നുകൊണ്ടിരുന്നു. സമയമായപ്പോൾ ദൈവത്തിൻ്റെ നീതി നോഹയുടെ മേൽ വെളിപ്പെടുവാൻ തക്ക ഇടയായെങ്കിൽ ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഒരു ചുവടുവെപ്പെടുക്കുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. ആമേൻ. എബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ എബ്രഹാം സൊദോം രാജാവിനോട് പറയുന്നുണ്ട്, നിന്റെ ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളിൽ നിന്നും യാതൊന്നും ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ കൊള്ളയുടെ ഒരു പങ്ക് എബ്രഹാമിന് കൊടുക്കാൻ തയ്യാറായപ്പോൾ എബ്രഹാം പറഞ്ഞു, എനിക്കത് വേണ്ട, എന്നെ നടത്തുന്നവൻ ദൈവമാണെന്ന് പറഞ്ഞു. അത് മടക്കി കൊടുത്തു. തൻ്റെ ഭൃത്യന്മാരെയും ലോത്തിനെയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം എബ്രഹാമിൻ്റെ വിശ്വാസത്തെ കണ്ടതിന് ശേഷം ജനസിസ് 15:1 ദൈവം പറയുകയാണ്, എബ്രഹാമിന് ദർശനത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് അരുളപ്പാട് ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ എബ്രഹാം ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഞാൻ നിന്റെ വരികയും അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഇനിയും മുന്നോട്ട് നടത്തും. നിന്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഞാൻ തക്ക സമയമാകുമ്പോൾ വെളിപ്പെടുത്തും. നീ യഹോവയിൽ ആശ്രയിക്കുന്നവനാണോ? നീ മനുഷ്യൻ്റെ ആമേൻ സ്വന്തം പിന്നാലെയല്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുന്ന ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. ലോത്തും എബ്രഹാമുമായിട്ട് വേർപിരിയാനുള്ള സമയമായപ്പോൾ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും മഹാസമ്പത്തും വർദ്ധിച്ചപ്പോഴും അവർ ഒന്നുമില്ലാതിരുന്നപ്പോൾ നല്ല ചേർച്ചയായിരുന്നു. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ പ്രശ്നമായി. ആൾ കൂടുമ്പോഴാണ് പ്രശ്നം. പക്ഷേ എബ്രഹാം ലോത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നീയുമായിട്ട് ഗുസ്തി പിടിക്കാൻ വരുന്നില്ല, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട. സ്തോത്രം. എനിക്ക് നിൻ്റെ ഇടയന്മാർക്ക് തമ്മിൽ പ്രശ്നം വേണ്ട. നാം സഹോദരന്മാരോ, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നീ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്, നീ ഇഷ്ടമുള്ളത് എടുത്തോ, ബാക്കി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അത് വിട്ടുകൊടുത്ത എബ്രഹാമിനോട് അടുത്ത നിമിഷം ദൈവത്തിൻ്റെ കരം ചലിച്ചു. ദൈവശബ്ദം അടുത്ത നിമിഷത്തിൽ ഇറങ്ങി വന്നു. എബ്രഹാമേ, നീ ജഡത്തിൽ മറ്റുള്ളവരുമായിട്ട് സ്തോത്രം നിന്റെ ന്യായത്തിന് വേണ്ടി നീ ഗുസ്തി പിടിക്കാൻ പോരുത്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നീ ദേശത്തിന് നെടുകയും കുറുകയും നടന്നു. സ്വതം ഞാൻ നിനക്ക് ദേശം തരാൻ പോവുക. ദേശത്തിന് നെടുകെ നീ നടക്കുക, ദേശത്തിന് കുറുകെ നീ നടക്കുക. നിന്റെ വിശ്വാസത്തെ മാനിച്ച് നീതിയെ നടത്തി തരുന്നൊരു സർവശക്തനെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ വിഷയങ്ങൾ വരുമ്പോഴും ഒരുപാട് കുടുംബങ്ങൾക്കകത്ത് വിഷയങ്ങൾ നമ്മൾ കാണാം. പക്ഷേ ഞാൻ 1-2 പേരെ പലരെയും കണ്ടത് വലിയ സമ്പത്ത് ഉണ്ടായിട്ടല്ല, തൻ്റെ സഹോദരന്മാർക്ക് എനിക്ക് വേണ്ടതൊക്കെ കൂടുതൽ കൊടുത്തോന്ന് പറഞ്ഞ് കൊടുത്ത 2 പേരെ എനിക്കറിയാം. സ്തോത്രം. പിന്നീട് വർഷങ്ങൾ വന്നപ്പം ദൈവം ഇവരെ മാനിക്കുന്നത് കാണുവാനിടയായി. ഒരു വിശ്വാസികളൊന്നുമല്ല, പക്ഷെ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളായത്. സ്തോത്രം. സ്തോത്രം. നമ്മളെ വിശ്വാസത്തിൽ ദൈവസന്നിധി നീതിയോടെ നിൽക്കാൻ തയ്യാറാണോ? ആരുമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ മല്ല് പിടിക്കാൻ പോകണ്ട. ദൈവം നമുക്ക് വേണ്ടി നീതി നടത്തി തരുമെന്ന് വിശ്വസിക്കുന്ന പറയൽ എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെല്ലാം ചിലരൊക്കെ എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, ഈ ദിവസങ്ങൾ കർത്താവേ ആമേൻ അവിടുന്ന് നീതിയോടെ വ്യവഹരിച്ച് എനിക്ക് മടക്കി തരുന്ന നാളുകളുള്ളതിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്ത് ചൂടുവെടുപ്പ് ദൈവത്തിൻ്റെ നാമത്തിൽ എടുത്താലും സ്വതം അതിനെ മാനിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും നീതിമാൻ്റെ പരീക്ഷൻ്റെ നീതിയെ കവിയുന്ന ഒരു നീതി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണയാകും. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയിൽ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നവനെ ശിക്ഷ വിധിക്കുവാൻ പിശാചിന് സാധിക്കത്തില്ല. അവൻ കാരണം ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ഹാബേലും കായേനുമായിട്ടൊരു വിഷയമുണ്ടായപ്പം ആദ്യത്തെ രക്തം, മനുഷ്യരക്തം ഭൂമിയിൽ വീണത് ഹാബേലിൻ്റെ രക്തമായിരുന്നു. ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. ചേട്ടൻ അനിയായിട്ട് പ്രീ മെഡിറ്റേറ്റഡ് മർഡർ ആയിരുന്നു. അല്ലേ? സ്വതം. അതിന് ഹാബേലിൻ്റെ രക്തം ദൈവം പറയുകയാണ്,
നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ കായം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ന്യായം ഒരുപക്ഷെ കായനെ ഏറ്റു പറഞ്ഞിരിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം കായനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വായു തുറക്കുന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ അതിൻ്റെ വീര്യം തരികയില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനായി തീരും. കായൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു യഥാസ്ഥാനത വന്നിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ര കൊടിയൊരു പാതകം ചെയ്തതുകൊണ്ട് വരും തലമുറകളുടെ മേലത് പകരപ്പെടുവാനിടയായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് പോലും ഒരു യഥാസ്ഥാനത കിട്ടുവാൻ ഇടയാകാത്തക്കവണ്ണം, അവർക്ക് എങ്ങും നിൽക്കാൻ തക്കവണ്ണം ഇടയാകാതെ, നന്മ പ്രാപിക്കാൻ ഇടയാകാതെ, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുവാൻ ഇടയാകാതെ, ഉഴലുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുമ്പോൾ അവർക്ക് വരുന്ന തലമുറയ്ക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടന്നൊരു മർമ്മം, ഒരു സത്യം ഉണ്ടായിരുന്നു. മോശ ഒരുവനെ ഒരു കൈ കൊണ്ട് അടിച്ചു കൊല്ലുമ്പോൾ അവൻ മോശയ്ക്ക് നേരെ ദൈവത്തിൻ്റെ കരം 40 വർഷത്തോളം മോശയ്ക്ക് ഒരു യാത്രയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. പഴയ നിയമ പ്രമാണ പ്രകാരം ആമേൻ അറിയാതെ പറ്റുന്ന വീഴ്ചയാണെങ്കിൽ ദൈവം ക്ഷമിക്കും. പക്ഷെ കായേനെ സംബന്ധിച്ചിടത്തോളം അതല്ല. എന്നോട് പറയുകയാണ്, ആ രക്തം ആമേൻ ഇന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ തലമുറയോട് നമ്മറിയാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹല്ലേലൂയ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അത് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തം ദൈവമാക്കുണ്ടെങ്കിൽ ഇന്ന് ശത്രുവിന് വാദിക്കാൻ കഴിയത്തില്ല. ശാപം എൻ്റെ മേൽ ക്ഷേമെടുക്കത്തില്ല. ഹല്ലേലൂയ. ശാപത്തിൽ തന്നെ വീണ്ടെടുക്കുവാൻ കാൽവയുടെ ക്രൂശിൽ ഹല്ലേലൂയ മരത്തിൻ്റെ മേൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന തിരുവെഴുത്തിനെ അവൻ മാറ്റുവാൻ തക്കവണ്ണം ആ ശാപത്തെ കർത്താവ് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയെങ്കിൽ, ആ രക്തം ധാരധാരിയ യേശു ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ, ആ രക്തം രാബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി കരയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം നീതിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിലവിളിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശത്രു ആ മണ്ഡലത്തിൽ ക്ഷയമെടുക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഏതോ ഒരു കുടുംബ ശാപം എന്നെ പിന്തുടരുന്നുണ്ട്, എന്തോ ഒരു മണ്ഡലം എൻ്റെ പിന്നാലെയുണ്ട്, ഈ ദിവസങ്ങൾ യഥാസ്ഥാനത്ത് എൻ്റെ ജീവിതത്തിൽ മേൽ കടന്നു വരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്കുമാണ് നമ്മൾ ഓടി വന്നിരിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ നാം എത്ര അധികമായി കോപത്തിൽ രക്ഷിക്കപ്പെടും. അപ്പോൾ ആ രക്തം നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, ആ രക്തത്താൽ കർത്താവ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആർക്കും പെർഫെക്റ്റായിട്ട് ദൈവസന്നിധിയിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ വചനം ധ്യാനിക്കുവാൻ, ആ വചനം പഠിക്കുവാൻ, ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ തിരിച്ചറിയുവാൻ എത്ര പേർ ഒന്ന് സമർപ്പിക്കും കർത്താവേ. കാരണം എൻ്റെ ജനം പിടിക്കപ്പെട്ടുകൊണ്ട് പോകുന്നത്, എൻ്റെ ജനം ബന്ധനത്തിലാകുന്നത് സ്തോത്രം വചനത്തിൻ്റെ വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ശത്രു നമ്മളെ പലതും, ഞാൻ വാക്കുകൾക്ക് വിരാമോട് വ്യത്യാസം ഒന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്തോത്രം. നമുക്ക് പലപ്പോഴും ശത്രു നമ്മളെ ബന്ധിക്കുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ മേലാതെ ദൈവവചനം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാതിരിക്കുമ്പോൾ, അതിൻ്റെ വെളിപ്പാട് അറിയാതിരിക്കുമ്പോൾ സ്തോത്രം പലപ്പോഴും നമ്മൾ ദൈവഹിതമല്ലാത്തതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ശത്രു നമ്മുടെ അജ്ഞാനത്തെ ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിനായ ശിക്ഷാവിധിയില്ല. കാരണം അവൻ്റെ വചനത്തിൻ്റെ സ്തോത്രം നമുക്ക് വചനം പൂർണ്ണമായിട്ട് അറിയത്തില്ലെങ്കിലും, എല്ലാം നമുക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിലും, പഴയ നിയമം നല്ല അച്ചട്ടായിട്ട് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു, അതിനകത്ത് പ്രമാണങ്ങൾ അറിയാമായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രമാണങ്ങൾ അറിയത്തില്ല. പക്ഷെ പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും പരിശുദ്ധാത്മാവാണ് നമ്മളെ വിടുവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവഹിതമല്ലാത്തൊരു പ്രമാണത്തിലോ, ദൈവഹിതമല്ലാത്ത സംസാരത്തിലോ, ദൈവഹിതമല്ലാത്തുള്ള പ്രവൃത്തിയിലോ ഞാനോ നിങ്ങളോ കടന്നു പോകുമ്പോൾ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഈ വചനം മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന ദൈവ പൈതലിന് അറിയാം. Stop there.
ഹല്ലേലൂയ. അവിടെ നമ്മൾ നിർത്തും. പരിശുദ്ധാത്മാവ് വേദനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക വിശുദ്ധ വഴിയിലൂടെ നമ്മളെ നടത്താൻ കഴിയുന്ന പരിശുദ്ധി ആത്മാവ് കൊണ്ട് ദൈവഹിതമല്ലാത്തൊരു ചിന്ത എൻ്റെ അകത്ത് വരുമ്പം എനിക്ക് സമാധാനം നഷ്ടപ്പെടും. എനിക്കറിയാം എവിടെയോ എനിക്ക് തെറ്റുപറ്റി, ഞാനും ദൈവവുമായിട്ടുള്ള ആമേൻ കൂട്ടുബന്ധത്തിനകത്ത് സംവേർ എവിടെയോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്നു, എനിക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു, എൻ്റെ അകത്തേക്ക് കോപം വരുന്നു, എൻ്റെ ഉള്ളിലേക്ക് അസൂയ വരുന്നു, എൻ്റെ ഉള്ളിലേക്ക് അമർഷം വരുന്നു, എൻ്റെ ഉള്ളിലേക്ക് പക വരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിടുവിക്കാൻ തയ്യാറാകും. അപ്പോൾ പാപം അറിയാത്തവനെ അവൻ പാപമാക്കി, നമുക്ക് വേണ്ടി അവൻ പാപമായി. നമ്മൾ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഒരു പാപമായി തീർന്നു. സ്തോത്രം. There was an exchange which happened. ഒരു എക്സ്ചേഞ്ച് ക്രൂശിൽ നടന്നു. നമ്മുടെ പാപത്തെ യേശു ഏറ്റെടുത്തു. യേശു വിശ്വസിക്കുന്നവനെ അവൻ നീതീകരണം യേശു ഇങ്ങോട്ട് തന്നു. അതിനായിട്ട് നമുക്ക് എത്ര പേർക്ക് ദൈവം തിരിച്ചറിവ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഏതെങ്കിലും കുറ്റബോധത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുറ്റബോധം മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേ. എൻ്റെ പാപം, എൻ്റെ ശാപമാണ് കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തത്. ദർ വാസ് എ ഡിവൈൻ എക്സ്ചേഞ്ച് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി. 2025 വർഷം മുമ്പ് എനിക്ക് വേണ്ടി ഒരു എക്സ്ചേഞ്ച് നടന്നു. അത് യേശു ക്രിസ്തു എൻ്റെ പാപത്തെ, ഇന്നും ഇന്നലെയും എൻ്റെ തലമുറയുടെ കടന്നു വന്ന സകല പാപത്തിനെയും കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തെ ഏറ്റെടുത്തു. എന്നെ നീതീകരിക്കാം, അവനിൽ വിശ്വസിക്കുന്നവനെ നീതിയാക്കി മാറ്റുവാൻ വേണ്ടി. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ആ വിശ്വാസം ഏറ്റെടുക്കാം. ആമേൻ. ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമുക്ക് നേൽവത്ത് വന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാം, താങ്ക് യു ജീസസ്. എൻ്റെ മേലുള്ള ദൈവിക പദ്ധതികൾ, ദൈവത്തിൻ്റെ ഈ ദിവസങ്ങൾ നീതി എൻ്റെ മേൽ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. നമുക്ക് പൂർണ്ണമായിട്ടും കർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആമേൻ നമുക്ക് തയ്യാറാകാം. അത് വിശ്വസിക്കാൻ തയ്യാറാകാം. കർത്താവ് എൻ്റെ പാപത്തെയും ശാപത്തെയും യേശു പൂർണ്ണമായിട്ടും ചുമന്നൊഴിച്ചു. എന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കുവാൻ തന്നെയാണ്, അനുഗ്രഹം അനുഭവിക്കാൻ തന്നെയാണ് ദൈവമക്കളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകർക്ക് അനുഗ്രഹമാകുവാൻ എന്നെ വിളിച്ചിരിക്കുന്ന വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തോത്രം ചെയ്യാം. എന്നെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അനേകർക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ പറയണം, ഐ ആക്സെപ്റ്റഡ് ബൈ ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഐ ആം സേഫ് ആൻഡ് സെക്യൂർ ഇൻ ക്രൈസ്റ്റ്. ആമേൻ. ഇനി എൻ്റെ മേൽ ആമേൻ ശത്രുവിന് വാദിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിലായവന് ശിക്ഷാവിധിയില്ല. പിശാചിന് എന്നെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ വാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾ ജീവിതങ്ങളുടെ മേൽ കടന്നു വരും. നമുക്ക് വിശ്വാസമായിരിക്കാം. കർത്താവിൻ്റെ സന്നിധിക്ക് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ തക്കം നമുക്ക് തയ്യാറാകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കടലോളങ്ങൾ കവനതിരുവയ്ക്കും, കടലിൽ നിന്നോടൊപ്പം അതിഭക്ഷിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലവേറും ഗോപുരമതിലയും. നിന്റെ ശത്രുവൻ പല ഭാഗത്തതിനാൽ ക്രൂശിൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവൻ പല ഭാഗത്തതിനാൽ ക്രൂശിൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. ഒരു ശാപവും നിന്നെ തളർത്തുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഇലയാരിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. സ്വപ്നദായകൻ നിന്റെ കാലം പിടിക്കും, പുരുഷാക്തിയാൽ അനുദിനം നിനക്കും. സ്വപ്നദായകൻ നിന്റെ കാലം പിടിക്കും, പുരുഷാക്തിയാൽ അനുദിനം നിനക്കും. നന്മയും കളവായി പറയും, നിന്റെ പേർമഹിക്കുവാൻ ശ്രമിക്കും. സർവത്തിന്മയും കളവായി പറയും, നിന്റെ പേർമഹിക്കുവാൻ ശ്രമിക്കും. ഭക്തനാമം തലമുറ തലമുറയായി എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിന്റെ പേർ ഇനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലം ഇനി കാണുകയില്ല. ശത്രുവിന്റെ പേർ ഇനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലം ഇനി കാണുകയില്ല. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാണ്ഡത്തിൽ അത് ഭദ്രമത്രേ. നിന്റെ പ്രാണനെ ശത്രു
ഇപ്പോൾ ഇറങ്ങി വരും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാൽ വിശ്രമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിപ്പിടം തേടുന്ന നാൾ നീയാൽ വിശ്രമം പ്രാപിച്ചിടും. വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കം നിന്നെ കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കം നിന്നെ കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലടയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും. കടലിൽ നിന്നോടൊപ്പം അതിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും. കടലിൽ നിന്നോടൊപ്പം അതിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും. കടലിൽ നിന്നോടൊപ്പം അതിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും. നിന്നോടൊപ്പം അതിവസിക്കും. കർത്താവായ യേശുക്രിസ്തു, അതെ, കർത്താവിൻ്റെ കല്യാണ വിരുന്നിനെ പറ്റി പറയുമ്പോൾ ആ കല്യാണ വിരുന്നിൽ അവിടെ കർത്താവ് ഉത്സവ വസ്ത്രം, കല്യാണ വസ്ത്രം അവിടെ വരുന്നവർക്ക് ദൈവം അവിടെ രാജാവ് കൊടുക്കുന്നുണ്ട്. അവിടെ അത് കാണിക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളല്ല, ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ആ വസ്ത്രം ഈ ദിവസങ്ങൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കർത്താവിനോട് കൂടെ ആ വിരുന്നശാലയിൽ നമ്മളും പങ്കുകാരായി തീരും. അതുകൊണ്ട് ആ ഉത്സവ വസ്ത്രം കർത്താവ് നമ്മളെ അണിയിപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രവൃത്തിയല്ല, ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ കഥാ കരിയില പോലെ ആയിത്തീരുമ്പോൾ കഥാവി അവിടുന്ന് ചെയ്ത പ്രവൃത്തിക്കായി സ്തോത്രം. ചൂള കത്തുന്ന ഒരു ദിവസം വരും. അന്ന് തിരുവചനം പറയുന്നു, സ്തോത്രം, അവനെ സേവിക്കുന്നവരും സേവിക്കാവുന്നവരും വ്യത്യാസം വരും. ഞാൻ നിന്നെ അറിയുന്നില്ല എന്നല്ല, ഞാൻ നിന്നെ അറിയുന്നുവെന്ന് യേശു പറയുന്നൊരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ നീതി കഥാവ് പൂർണ്ണമായും വെളിപ്പെടുത്തും. അതിനായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് വീണ്ടും നൽകുമാറാകട്ടെ. ഓരോ ദിവസവും കഥാവ് കൃപയിൽ കഥാവിൻ്റെ സാന്നിധ്യവും ബലവും ശക്തിയും ദൈവിക നടത്തിപ്പുകളും നമ്മുടെ ജീവിതത്തിന് മേൽ ഈ ദിവസങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് ഈ പകലും നമ്മളെല്ലാവരെയും കരം വെച്ച് അനുഗ്രഹിച്ച് വഴി നടത്താൻ പോകുന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും കേൾപ്പിച്ച ഭയത്തോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരും കൂടിയിരിക്കുമാറാട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥാ. കർത്താവ് സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ആമേൻ.